ഹലോ, നമുക്കിപ്പോൾ നിലവിലുള്ള ഒരു അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ നിലവിലൊരു ടാലൻറ്റ് വെച്ചിട്ട് അധിക ദൂരം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എത്തേണ്ട സ്ഥലത്ത് ഓൾറെഡി എത്തിയാണ്. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് ഇവിടെ സൊല്യൂഷൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗ്ഗം. നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാനുണ്ടായിരിക്കും ഇത് ഏകദേശം അതിൻ്റെ എൻഡ് എത്തി, ഉത്തരത്തിൽ ഇങ്ങനെ തട്ടി ഇടിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഇനി അതിനെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല എന്ന് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ അവർ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ഇനി ഓൾറെഡി ബിസിനസ്സിലുള്ളവർക്ക് കൂടുതൽ സെയിൽ എങ്ങനെ ഉണ്ടാക്കാം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള അറിവ് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അവരുടെ നിലവിലുള്ള ആ ഒരു ഇൻകത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരേ ഒരു ഓപ്ഷൻ, അത് പൊട്ടിച്ച് പുറത്ത് കിടക്കാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ലേണറായിട്ട് മാറുക, ഒരു ലേണിംഗ് മെഷീനായിട്ട് മാറുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബിസിനസ്സിൽ സെയിൽ കുറവാണ്, നിങ്ങൾക്കറിയാം നിലവിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഇൻകം ഇരട്ടിയാവും. നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ മേളിലായിട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല എന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഡോറുകൾ നമ്മളുടെ മുമ്പിൽ ഓപ്പണായിട്ട് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നല്ല ബുദ്ധിയുള്ള ഒരാളാവുക എന്നുള്ളതല്ല, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. ബുദ്ധിയുള്ള ഒരുപാട് പേരുണ്ട് സ്ട്രഗിൾ ചെയ്യണത്, അവർ ജനറ്റിക്കലി ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണില്ല. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവർക്കാണ് പുതിയ പുതിയ ഡോറുകൾ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. പുതിയ പുതിയ ഇൻഫർമേഷൻസ് പല സ്ഥലങ്ങളിൽ നിന്ന് വരാൻ നേരത്ത് അതെല്ലാം ഒരുമിച്ച് കൂട്ടി നമുക്ക് നമ്മളുടേതായിട്ടുള്ള മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ഡോറ് ക്ലോസ് ആയി എന്നാണ്. അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ നേരത്തെ ഡോറ് തന്നെ ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.